ഓം നമോ നേ- ഭഗവതേ. പറയണം മാതാജി, പറയണം. ഇല്ല പ്രഭു കണ്ടിന്യൂ ചെയ്താണ്. ഓക്കെ. ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി. ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി. जय गोपीचन वल्लभ जय गिरिवरधारी. जय गिरिवरधारी. जय गोपीचन वल्लभ जय गिरिवरधारी. जय गिरिवरधारी. जयो जशोदा नन्दन व्रज जनरञ्जन. यशोदनन्दन व्रज जनरञ्जन. यमुनातीरवनचारी. यमुनातीरवनचारी. जय राधा माधव जय कुंज बिहारी. हरे कृष्णा कृष्ण कृष्ण हरे हरे. हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे. हरे राम 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 हरे हरे. जयो राधा कृष्ण जयो राधा कृष्ण जयो राधा कृष्ण जयो ललिता विशाख. जयो राधा कृष्ण जयो राधा कृष्ण जयो राधा कृष्ण जयो ललिता विशाख. जयो जगन्नाथ जयो जगन्नाथ जयो भलदेवा जय सुभद्रमयी. जय गौरानिताय जय गौरानिताय जय गौरानिताय जय गौरानिताय. ഹരേ കൃഷ്ണ. സോ നമ്മളിന്ന് ശ്രീമദ് ഭാഗവതത്തില് 1-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. നമുക്ക് ആ ശ്ലോകത്തിലേക്ക് പോകാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭഗവതേരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ശ്രീഗോവിന്ദായ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद. श्री अद्वैत गदाधार शिवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे. हरे राम 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 हरे हरे. हरे कृष्ण. अस्यानुभावं भगवान् वेदगुह्यतमं शिवः. देवर्षिर्नारदा साक्षात् भगवान् कपिलो नृपा. अस्यानुभावं भगवान् वेदगुह्यतमं शिवः.
ദേവർഷീർനാരദ സാക്ഷാത് ഭഗവാൻ കപിലോ നൃപഃ. ഭഗവാൻ കപിലോ നൃപ അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവഃ. ദേവർഷീർനാരദ സാക്ഷാത് ഭഗവാൻ കപിലോ നൃപ. ആരെങ്കിലും ഒന്ന് രണ്ട് പേര് വായിച്ചോളൂ. എന്നാൽ ആ ട്രാൻസ്ലേഷനും പുറപ്പെട്ടും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവഃ. ദേവർഷീർനാരദ സാക്ഷാത് ഭഗവാൻ കപിലോ നൃപഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു പ്രണാമം. അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവഃ. ദേവർഷീർനാരദ സാക്ഷാത് ഭഗവാൻ കപിലോ നൃപഃ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാൾ വേർഡ് വേർഡ് മീനിങ്ങും ട്രാൻസ്ലേഷനും പുറപ്പെട്ടൊന്ന് വായിച്ചോളൂ. വായിക്കട്ടെ പ്രഭു? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വേർഡ് മീനിങ്. അസ്യ അദ്ദേഹത്തിന്റെ, ഭഗവാന്റെ അനുഭാവം മഹാത്മ്യങ്ങൾ. ഭഗവാൻ സർവശക്തൻ, വേദ അറിയുന്നു, ഗുഹ്യതമം അതീവ രഹസ്യമായി, ശിവ ശിവദേവൻ, ദേവ ഋഷി ദേവർഷി, നാരദ നാരദൻ, സാക്ഷാത് നേരിട്ട് ഭഗവാൻ പരമദൈവോത്തമ പുരുഷൻ, കപില കപിലൻ, നൃപ ഹേ രാജാവേ. വിവർത്തനം അനുഭാവാർത്ഥം വൈ ശില പ്രഭുപാദ് കി ജയ്. ഹേ രാജാവേ, ശിവദേവൻ, ദേവർഷി, നാരദൻ, കപിലൻ, ഭഗവത് അവതാരങ്ങൾ എന്നിവരെല്ലാം അതീവ രഹസ്യമായ ഭഗവത് മഹാത്മ്യങ്ങൾ നേരിട്ടറിയാവുന്നവരാണ്. ഭാവാർത്ഥം: ഭഗവാന്റെ ശുദ്ധ ഭക്തരെല്ലാം തന്നെ ഭാവസ് അഥവാ വ്യത്യസ്ത അതീന്ദ്രിയ പ്രേമയുത സേവനങ്ങളിലൂടെ ഭഗവത് മഹാത്മ്യങ്ങൾ അറിയുന്ന വ്യക്തികളാണ്. ഭഗവാന്റെ പൂർണ്ണാംശങ്ങളായി അസംഖ്യം ഭഗവത് അവതാരങ്ങൾ ഉള്ളതുപോലെ വ്യത്യസ്തങ്ങളായ മനോവൃത്തിയിലൂടെ അന്യോന്യ സേവന വിനിമയ നിരതരായ നിരവധി ഭഗവത് ഭക്തരുണ്ട്. സാമാന്യേന ബ്രഹ്മാവ്, നാരദൻ, ശിവൻ, കുമാരന്മാർ, കപിലൻ, മനു, പ്രഹ്ലാദൻ, ഭീഷ്മർ, ജനകൻ, ശുകദേവ ഗോസ്വാമി, മഹാരാജാവ് ബലി, യമരാജൻ എന്നീ 12 ഭഗവത് ഭക്തരുണ്ട്. ഭീഷ്മദേവൻ അവരിൽ ഒരുവനെങ്കിലും. ഭഗവത് മഹാത്മ്യങ്ങൾ അറിയുന്ന 12 പേരിൽ പ്രധാനികളായ 3 പേരെ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. ആധുനിക യുഗത്തിലെ മഹാന്മാരായ ആചാര്യന്മാരിൽ ഒരാളായ ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ അനുഭാവം അഥവാ ഭഗവത് മഹാത്മ്യത്തെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായി അനുഭവിച്ചറിയുന്നത് ഹർഷോന്മാദാവസ്ഥയിലുള്ള ഭക്തന്മാരാണ്. ശരീരം വിയർക്കുക, വിറയ്ക്കുക, രോമാഞ്ചം കൊള്ളുക, അശ്രുധാരയുണ്ടാവുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഇവരിൽ കാണാവുന്നതാണ്. ഭഗവത് മഹാത്മ്യങ്ങൾ നേരിട്ടറിയും തോറും അവരുടെ ആനന്ദവും വർദ്ധിക്കുന്നു. അത്തരം വ്യത്യസ്ത ഭാവങ്ങൾ യശോദാമാതാവും കൃഷ്ണനും തമ്മിലും ഭഗവാനാൽ നയിക്കപ്പെടുന്ന രഥത്തിൽ അർജുനനുമായുള്ള പരസ്പര വിനിമയങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. തന്റെ ഭക്തസമക്ഷം സേവകനെ പോലെ പ്രവർത്തിച്ച് ഭഗവാൻ തന്റെ മഹാത്മ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതും മറ്റൊരു ഭഗവത് മഹാത്മ്യത്തിന്റെ സവിശേഷതയാണ്. അതീന്ദ്രിയാവസ്ഥയിലാണെങ്കിൽ തന്നെയും ശുകദേവ ഗോസ്വാമിയും കുമാരന്മാരും മറ്റൊരു ഭാവ സവിശേഷതയിൽ നിന്നും പരിവർത്തനം ചെയ്യപ്പെടുകയും ഔവണ്ണം ശുദ്ധ ഭക്തരായി തീരുകയും ചെയ്തു. ഭക്തരിൽ ഭഗവാനാൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ക്ലേശങ്ങൾ ഭഗവാനും ഭക്തനും തമ്മിലുള്ള മറ്റൊരു അതീന്ദ്രിയ ഭാവ ഘടകമാകുന്നു. ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ എന്റെ ഭക്തനെ ക്ലേശങ്ങളിൽ അകപ്പെടുത്തിയിരിക്കുന്നു. അപ്രകാരം ഞാനുമായുള്ള അതീന്ദ്രിയ ഭാവവിനിമയത്തിൽ ഭക്തൻ അധികം പരിശുദ്ധനായി തീരുന്നു. ഭക്തനെ ഭൗതിക വിഷമതകളിൽ അകപ്പെടുത്തുമ്പോൾ മിഥ്യയായ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കേണ്ടത് ആവശ്യമായി തീരുന്നു. ഭൗതിക ബന്ധങ്ങൾ പ്രധാനമായും ഭൗതിക വിഭവങ്ങളെ ആശ്രയിച്ചുള്ള ഭൗതിക ആസ്വാദനത്തിന്റെ പരസ്പര വിനിമയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത്. ആകയാൽ ഭൗതിക ഭോഗവിഭവങ്ങൾ ഭഗവാനാൽ ഇല്ലാതാക്കപ്പെടുമ്പോൾ ഭക്തൻ നിശ്ചയമായും 100% ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമഭക്തിയുത സേവനത്തിൽ ആകർഷിതനായി തീരുന്നു. അപ്രകാരം ഭഗവാൻ പതിതാത്മാവിനെ ഭൗതിക അസ്തിത്വത്തിന്റെ മാലിന്യങ്ങളിൽ നിന്നും പൊക്കിയെടുക്കുന്നു. ദുർവൃത്തമായ കർമ്മത്താൽ ഉളവാകുന്ന അഥവാ തിന്മയുടെ ഫലമായ കൊടിയ ദുരിതങ്ങൾ
ഭഗവാനാൽ സമ്മാനിക്കപ്പെടുന്ന ക്ലേശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. മുകളിൽ പ്രസ്താവിച്ച പോലെ ഭീഷ്മർ, ശിവൻ, നാരദൻ, കപിലൻ, കുമാരൻ, ബ്രഹ്മദേവൻ തുടങ്ങിയ ശ്രേഷ്ഠരായ മഹാജനങ്ങൾക്ക് ഈ ഭഗവത് മാഹാത്മ്യങ്ങളൊക്കെ അറിവുള്ളതാണ്. മാത്രവുമല്ല, അവരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇവയൊക്കെ ഗ്രഹിക്കാൻ പ്രാപ്തി ഉണ്ടാകുന്നു. ഹരേ കൃഷ്ണ. പ്രവേശുള്ള പ്രഭുപാത് കി ജയ്. ഹരേ കൃഷ്ണ. ज्ञानतिमिरान्तस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतापतकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पंकुं लङ्घायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरं। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങളുടെയും അനുഗ്രഹം വേണം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് മാറ്ററാണ്. ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളെ കുറിച്ച് പറയുക എന്നുള്ളത്. അത് മറ്റു ഭക്തന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കൊണ്ട് അതിങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. അപ്പോ എല്ലാ വൈഷ്ണവന്മാരും അനുഗ്രഹിക്കണം. ഇപ്പൊ ഞാൻ പറയുന്നത് ശാസ്ത്രത്തിൽ നിന്നിരിക്കുന്നതാണെങ്കിൽ അത് എടുക്കുക. എന്തെങ്കിലും തെറ്റായി ഞാൻ പറയുകയാണെങ്കിൽ എന്നോട് എൻ്റെ അറിവില്ലായ്മ എന്ന് വെച്ച് എന്നോട് ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. സോ നമ്മൾ ഇവിടെ ഈ അധ്യായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്റർ ആണത്, അല്ലെ? ഹിസ് ഹോളിനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് അദ്ദേഹം പറയാറുണ്ട്, കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൗ ടു ലീവ് ദ ബോഡി, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരം ത്യജിച്ച് പോകാം എന്നുള്ളതിനെ കുറിച്ച് വർണ്ണിക്കുന്നതാണ്. അപ്പൊ ഇവിടെ അതിന് ഉദാഹരണമാണ് കാണിക്കുന്നത്. ഭീഷ്മദേവൻ ശരശയ്യയിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ 1000 തേള് കടിക്കുന്ന വേദനയിലാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഭഗവാനെ വിളിക്കാം എന്ന് ചിലവരൊക്കെ വിചാരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ അവിടെ പറയുന്നത്, എന്തിനാണ് ഈ ചെറുപ്പകാലത്ത് തന്നെ നിങ്ങൾ ഭക്തി ചെയ്യുന്നത്, വയസ്സായിട്ട് പോരെ എന്ന്. അപ്പോ ഈ വയസ്സായിട്ട് പോകുമ്പോൾ നമുക്കൊരു പക്ഷെ ഭഗവാനെ ഓർമ്മിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഫ വാത പിത്തൈ കണ്ഠാവരോധന വിതോ ശരണം കുതസ്തേ. ഒരു ശ്ലോകം ഉണ്ട് മുകുന്ദമാല സ്തോത്രത്തില്. അതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാനെ ഞാൻ ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു, ഇപ്പൊ അങ്ങയുടെ നാമം ചൊല്ലാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, ഈ സമയത്ത് തന്നെ അങ്ങ് എടുത്തോളൂ എന്നെ. വയസ്സായി കഴിഞ്ഞാല് എനിക്കൊരു പക്ഷേ കാത് കേൾക്കാതെ സംസാരിക്കാൻ കഴിയാതെ കഫവും പിത്തവും വന്ന് എന്നെ കൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോകേണ്ട, ഇപ്പോഴെന്നെ എടുത്തോളൂ എന്ന് പറയണമെന്നുണ്ട്.
അത് കുലശേഖര ആഴ്വാറാണ് പറയണത്. അദ്ദേഹം ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ആൾവാറാണ്, ആചാര്യനാണ്. അപ്പോ ഇവിടെ ഭീഷ്മദേവ് നമുക്കത് അത് തന്നെയാണ് കാണിച്ചു തരുന്നത്. അതൊരു നിമിത്തമാണ്. ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്, യുധിഷ്ഠിര, നീ കൺഫ്യൂസ്ഡ് ആണ്, നിനക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഈ കൺഫ്യൂഷൻ എല്ലാം നിനക്ക് എന്ത് ചെയ്യാം, നീ ഭീഷ്മദേവനെ പോയി കണ്ടിട്ട് ആ കൺഫ്യൂഷൻ എല്ലാം ക്ലാരിഫൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പഞ്ചപാണ്ഡവന്മാരും മറ്റു ശ്രേഷ്ഠന്മാരായിട്ടുള്ള എല്ലാവരും കൂടിയിട്ട് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മദേവനെ കാണാൻ പോകുന്നത്. ഭീഷ്മന്റെ പ്രേയേഴ്സ് എല്ലാം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതേമാതിരി പ്രയറുകള് ഒരുപാടുണ്ട് ശ്രീമദ് ഭാഗവതത്തില്. അപ്പൊ നമ്മളെ കൊണ്ട് ഇതെല്ലാം പ്രയർസ് എല്ലാം ചൊല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കമ്പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോ ആചാര്യന്മാര് കമ്പോസ് ചെയ്തു വെച്ചിരിക്കുന്ന ആ പ്രയർസ് മാത്രം നമ്മൾ ഏറ്റു ചൊല്ലിയാൽ അത് മാത്രം മതി നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എന്ന് പറയാം അതിന്. അതായത് ഈ പൂർവാചാര്യന്മാര് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതേമാതിരി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭഗവത് ധാമത്തിലേക്ക്. അപ്പോ നമ്മളെ മാതിരിയുള്ള ഭക്തന്മാര്, നമ്മളെല്ലാവരും പ്രാരംഭ ഭക്തന്മാരാണ്. നമ്മളെല്ലാം സാധന ചെയ്തുകൊണ്ട്, വൈദിക വിധിമുറയിൽ സാധന ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമുക്ക് ഭഗവാന്റെയും ഭഗവത് ഭക്തന്മാരുടെയും അനുഗ്രഹം മൂലം ഒരു പക്ഷേ ഈ സാധനാ ഭക്തിയിൽ നിന്നും അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിച്ചേക്കാം. ആ സ്പോണ്ടേനിയസ് ലവ്, ആ ഒരു ഭാവത്തിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചേക്കാം. അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും. അതായത് ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഭഗവാന്റെ മാല 16 മാലം ജപിച്ചു, 16 പ്രാവശ്യം ജപിച്ചു, അതിനുശേഷം കുറച്ച് ഭാഗവതം കേട്ടു, നമ്മൾക്ക് മതിയായി എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ നമുക്ക് ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടായിരിക്കും ഭഗവത് ഭക്തി ചെയ്യുന്ന സമയത്ത്. ഈ അനർത്ഥങ്ങള് എല്ലാം മാറ്റി, ഈ അനർത്ഥങ്ങളെ എല്ലാം മാറ്റിയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാല് അവസാനം ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജാണ്, അതിനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതായത് പ്രേമ എന്ന് പറഞ്ഞ ആ സ്റ്റേജിന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും വളരെ അറിവുള്ള ആളുകളാണ്. ഞാൻ ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ ഒരുപാട് ആളുകളെ കണ്ടവരെല്ലാം നല്ല എക്സ്പീരിയൻസ്ഡ് ആളുകളാണ്, നല്ലതായിട്ട് ശാസ്ത്ര അറിവുള്ളവരാണ്. അപ്പൊ ഈ 9 സ്റ്റേജ് ഭക്തിയിൽ ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള 9 സ്റ്റേജ്. അത് ഭക്തിരസാമൃത സിന്ധുവില് ശ്രീല രൂപ ഗോസ്വാമി പറയുന്നുണ്ട്. ആദ്യം വിശ്വാസത്തിൽ നിന്ന് സ്റ്റാർട്ടാകും. ശ്രദ്ധ എന്ന് പറയും. ആദോ ശ്രദ്ധ, തതോ സാധു സംഘോ തപചനക്രിയ, തതോ അനർത്ഥ നിർവൃതിസ്യ, തതോ നിഷ്ഠാരുചിസ്തത അതാസക്തി തതോ ഭാവ, തഥാ പ്രേമാഭിദ്യുഞ്ചതി സാധകാനാം അയം പ്രേംനാം പ്രാദുർഭാവേ ഭവേ ക്രമഃ. അപ്പൊ ഈ ക്രമങ്ങളുണ്ട്. നമുക്ക് പ്രേമം ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സംഗതിയല്ല. നമുക്ക് പ്രേമം ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സംഗതിയല്ല. അപ്പൊ പ്രേമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കാതെ പടിക്കെട്ട് വഴിയാണ് പോകുന്നതെങ്കിൽ സ്റ്റെപ്സുകളുണ്ട് അല്ലെ, അത് ഓരോരോ സ്റ്റെപ്പും കയറിയിട്ടാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ചെല്ലാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈസി ആയിട്ടുള്ളതുണ്ട്. ഇപ്പൊ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ പോകാൻ പറ്റും, ഇല്ല എന്നില്ല. അപ്പോ അതെങ്ങനെയാ സാധിക്കുക? അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നത്. അതിനെ എന്താ പറയുന്നത്? നമ്മള് സ്പോണ്ടേനിയസ് ലവ് എന്ന് പറയും. സ്പോണ്ടേനിയസ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അത് മലയാളത്തിൽ എനിക്കത് ഇങ്ങോട്ട് വരുന്നില്ല. ഭക്തിയല്ലേ? എന്താ? രാഗാനുഗ. യെസ്, പെർഫെക്റ്റ്. യെസ്, രാഗാനുഗ ഭക്തി. അപ്പോ ഈ രാഗാനുഗ ഭക്തിയാണ് നമുക്ക് ആവശ്യം. ആ സ്പോണ്ടേനിയസ് ലവ് കിട്ടിക്കഴിഞ്ഞാൽ, ഈ രാഗാനുഗ ഭക്തി ആണെങ്കിൽ പിന്നെ നമ്മൾ പടിക്കെട്ട് വഴിയൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എവിടെ ചെല്ലാം? നമ്മൾ ആഗ്രഹിക്കുന്ന ഫ്ലോറിലേക്ക് ചെല്ലാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പടിപടിയായിട്ട് പോകേണ്ടി വരും. അപ്പൊ ഈ രാഗാനുഗ ഭക്തി എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്നതല്ല കേട്ടോ. ഞാൻ ഒരു ഷോർട്ട് കട്ട് വഴി പെട്ടെന്ന് പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധ്യമല്ല ഭക്തിയിൽ. അതിന് നമുക്ക് ആചാര്യന്മാരുടെ കൃപ വേണം, ഭഗവാന്റെ സ്പെഷ്യൽ മർസി വേണം. എങ്കിൽ മാത്രമേ നമുക്ക് രാഗാനുഗ ഭക്തിയിൽ, അതായത് ആ രാഗാനുഗ ഭക്തി കിട്ടിയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തില് എന്താണ് പ്രത്യേകിച്ച് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാല്, അസ്യ അനുഭാവം ഭഗവാൻ. അനുഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഗ്ലോറികള്, അല്ലെങ്കിൽ ഭഗവാന്റെ വിഖ്യാതി. ഭഗവാൻ വിശ്വവിഖ്യാതനാണ്. ഭഗവാൻ, അതായത് സാധാരണ ആളുകൾ പറയും, നമ്മൾ രവീന്ദ്രനാഥ് ടാഗോർ ഇങ്ങനെയുള്ളവരൊക്കെ പറയും വിശ്വവിഖ്യാതന്മാരെന്ന് പറയും. അതിനേക്കാൾ മേലെയാണ് ഭഗവാൻ. ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ് ഖ്യാതിയില്, ഗ്ലോറീസില്. ഭഗവാനെ മാതിരി ഒരാൾക്കും അത്ര ഗ്ലോറീസ് കാണാൻ സാധ്യമല്ല. നമുക്കറിയാം ഭഗവാൻ എന്ന് പറയണമെങ്കിൽ അതിന് തന്നെ ഒരാള്, അതായത് ഇപ്പോ ആളുകളൊക്കെ പറയാറുണ്ട് ഞാൻ ഭഗവാനാണെന്ന് പറയുന്നുണ്ട്. ഈ ഭഗവാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു 6 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ആ ഗുണങ്ങൾ പൂർണ്ണമായി ഉണ്ടായിരിക്കുന്നവനെ മാത്രമേ ഭഗവാൻ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറയണത്? 6 ഗുണങ്ങള്. ഈ 6 ഗുണങ്ങളും നമ്മളിൽ, അതായത് ഭഗവാൻ പൂർണ്ണമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. മറ്റുള്ളവർ എന്തുകൊണ്ട് ഭഗവാൻ എന്ന് വിളിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ 6 ഗുണങ്ങളും പൂർണ്ണമായിട്ടും ഇല്ല. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ആളുകളൊക്കെ ക്ലെയിം ചെയ്യാറുണ്ട് ഞാനും ഭഗവാനാണ്. ഇപ്പൊ കൽക്കി എന്ന് പറഞ്ഞിട്ട്, കൽക്കി അവതാരത്തിൽ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആന്ധ്രയിൽ ഒരു ടീമുണ്ട്. അവർ പറയണു ഞങ്ങൾ കൽക്കി അവതാരമാണ്. ചിലവർ പറയുന്നുണ്ട് ഞാൻ ഭഗവാനാണ്, ഞാൻ ശൂന്യതയിൽ നിന്നും ശിവലിംഗം എടുക്കുന്നു, ഞാൻ ശൂന്യതയിൽ നിന്നും പൂവെടുക്കുന്നു. ഇവർക്കെല്ലാം നമ്മൾ ഭഗവാനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഭഗവാന്റെ ഒപ്പുലൻസസ്, ഈ 6 ഒപ്പുലൻസ് ഭഗവാനുണ്ട്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശശ്രിയഃ ജ്ഞാന വൈരാഗ്യോശ്ചൈവ ഷണ്ണൻ ഭാഗാനിധീൻ ഗണ. ഈ 6 ഗുണങ്ങള്, ഐശ്വര്യം പൂർണ്ണമായിട്ടും, ഐശ്വര്യസ്യ സമഗ്രസ്യ, വീര്യം, ഭഗവാനെ മാതിരി വീര്യമുള്ള ഒരാളും ഇല്ല. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശശ്രിയഃ ജ്ഞാന വൈരാഗ്യോശ്ചൈവ ഷണ്ണൻ ഭാഗാനിധീൻ ഗണ. ഈ 6 ഗുണങ്ങളുള്ളവനാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി മാത്രമേ ഭഗവാൻ എന്നുള്ള ടൈറ്റിലിന് അർഹനായിട്ടുള്ളൂ. അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല. അതുകൊണ്ടാണ് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ഭഗവാൻ എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട് അനുഭാവ എന്ന് പറയുന്നുണ്ട്. ഈ അനുഭാവ എന്ന് പറയണത് ഗ്ലോറി, ഭഗവാന്റെ ഗ്ലോറീസ്. ഈ ഭഗവാന്റെ ഗ്ലോറീസ് ആർക്കൊക്കെ അറിയാമെന്നാണ് ഇവിടെ പറയണത്. ഈ ഭഗവാന്റെ ഗ്ലോറി ശിവനറിയാം,
നാരദ മുനിക്കറിയാം, ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള കപില മുനിക്കറിയാം. ഇവർക്ക് മാത്രമേ ഭഗവാന്റെ ഈ ഗ്ലോറീസിനെ കുറിച്ച് അറിയുന്നുള്ളൂ, ഈ അനുഭാവത്തെ കുറിച്ചിട്ട്. ഈ അനുഭാവത്തെ കുറിച്ച് വീണ്ടും നമുക്ക് പോകുകയാണെങ്കിൽ ഭക്തിരസാമൃത സിന്ധുവില് ഈ അനുഭാവത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അനുഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശാരീരികമായിട്ടുള്ള എക്സ്പ്രഷൻസിനെയാണ് അനുഭാവം എന്ന് പറയുന്നത് ഭക്തിരസാമൃത സിന്ധുവില്. അതായത് വളരെ ഗാഢമായിട്ടുള്ള ഭക്തിയിലുണ്ടാകുന്ന ഇമോഷൻ, അതിനെയാണ് അനുഭാവം എന്ന് പറയണത്. ഇതില് ഭക്തിരസാമൃത സിന്ധുവില് പറയുന്നുണ്ട്, സാത്വികശ്ചാനുഭാവശ്ച വ്യഭിചാരി അപി സങ്കടഃ ഭാവസ്യാനു സന്ധാനം രസസന്ദർഭ ഉച്യതേ. അതായത് എപ്പോഴാണോ സാത്വികമായിട്ടുള്ളൊരു ഭാവം, പേട മതി, പേടയും ഉളുക്കറങ്ങ എപ്പോഴാണോ ഹരേ കൃഷ്ണ. സോറി പ്രവീൺ, ഹരേ കൃഷ്ണ, മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ. എപ്പോഴാണോ സാത്വിക ഭാവവും അനുഭാവവും അതേമാതിരി വ്യഭിചാര ഭാവവും ഒന്നായി വരുന്നത്, അതിനെ ഫോളോ ചെയ്തിട്ടാണ് സ്ഥായി ഭാവം ഉണ്ടാകുന്നത്. അതായത് ഈ സ്ഥായി ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ് രസത്തെയും അനുഭവിക്കാനുള്ള ഒരു ഭാവം. അത് സാത്വിക ഭാവമുണ്ട്, അനുഭാവമുണ്ട്, പിന്നെ വ്യഭിചാരി ഭാവമുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്നത് അനുഭാവത്തെ കുറിച്ചാണ്. എന്താണ് അനുഭാവത്തിന്റെ ഹരേ കൃഷ്ണ, സോറി, ക്ഷമിക്കണം, കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പോ അനുഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന ചില മൂവ്മെന്റ്സ്, ചില മൂവ്മെന്റുകളാണ്. അതെന്തുകൊണ്ടാണ് നമുക്ക് എക്സ്റ്റസി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത്? അതിന് അനുഭാവം എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രൂപഗോസ്വാമി ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് ഭക്തിരസാമൃത സിന്ധുവിൽ പറഞ്ഞിട്ടുണ്ട്. ഭക്തന്മാര് ഡാൻസ് ചെയ്യും, ഭക്തന്മാര് ഗ്രൗണ്ടില് തറയിൽ കിടന്ന് ഉരുളും, പാടും, ഉറക്കെ കരയും, പിന്നെ ശരീരം നീട്ടും, കൈ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇതെല്ലാം അനുഭാവത്തിന്റെ സിംറ്റംസ് ആണ്. അതേമാതിരി തന്നെ ഹെവി ആയിട്ട് ബ്രീത്ത് ചെയ്യുക, ചിരിക്കുക, കൈകൾ തമ്മിൽ കൊട്ടുക, ചാടുക, ഇതെല്ലാം അനുഭാവത്തില് കാണുന്നതാണ്. ഈ അനുഭാവം ഭക്തിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അനുഭാവം ഉണ്ടാവണം. അത് എന്താണ് പറയണത്? അത്യാവശ്യ ഘടകമാണ് ഭക്തിയുടെ. ഇത് ഭക്തിരസാമൃത സിന്ധുവില് പറയുന്നതാണ് കേട്ടോ, രൂപഗോസ്വാമി പറയുന്നതാണ്. നമ്മൾ കുറച്ച് ഡീപ്പായിട്ടാണ് പോണത്, എനിക്കറിയില്ല. പ്രഭു, ഇസ് ദാറ്റ് ഓക്കെ? എനിക്കങ്ങനെ പോവാമോ? തീർച്ചയായും പ്രഭുജി, തീർച്ചയായും, ദയവായി പ്ലീസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ അപ്പോ നമ്മൾ ഭക്തിയുടെ അടുത്ത തലത്തിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മള് സെറ്റിൽ ആയിട്ടുള്ളതിനെ കുറിച്ചല്ല, കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ലെവലിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമ്മുടെ ഭീഷ്മദേവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അദ്ദേഹം അതാണ് പറഞ്ഞു തരുന്നത് നമുക്ക്. അപ്പൊ നമ്മൾ ഈ ആചാര്യന്മാരെ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഭഗവത്ഗീതയിൽ പറയണതുണ്ട്, യദ്യത് ആചരതി ശ്രേഷ്ഠസ് തത്തത് ഏവേതരോ ജനാഹ
സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. എന്തുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് ആചാരം പ്രചാരം എന്ന് പറഞ്ഞിരിക്കുന്നത്? ആചരിക്കുക, പ്രചരിപ്പിക്കുക. ഇത് പറയാൻ കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആചരിക്കുമ്പോൾ നമ്മളെ കണ്ട് അടുത്ത ആളുകള് ഫോളോ ചെയ്യാൻ ശ്രമിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എല്ലാവർക്കും. അതായത് ഇപ്പൊ ശ്രീല പ്രഭുപാദനെ നമ്മൾ അനുകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹം ആചാര്യനാണ്. അതേമാതിരി നമ്മുടെ ഓരോരുത്തരുടെയും അപ്പന ഗുരുസ്, നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഗുരുനാഥനുണ്ട്. എന്റെ ഗുരുനാഥൻ ഹിസ് ഹോളിനസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജാണ്. ഇവിടെയുള്ള കുറച്ച് ഭക്തന്മാരുടെ എല്ലാവരുടെയും ഗുരുദേവനാണ് അദ്ദേഹം. അപ്പൊ നമ്മള് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. അദ്ദേഹം ശ്രീല പ്രഭുപാദിനെ ഫോളോ ചെയ്യുന്നു. അദ്ദേഹം ശ്രീല പ്രഭുപാദിന്റെ ടീച്ചിങ്സ് അതേമാതിരി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. ഒരു ഡൈലൂഷനും ചേർക്കാതെ, അതിൽ മിക്സിങ് എന്താണ് പറയണത്, മായം ചേർക്കാതെ നമുക്ക് തരുന്നു. നമ്മൾ ഈ ആചാര്യന്മാരെ കണ്ടുകൊണ്ടാണ് അടുത്ത ലെവലിൽ, അതായത് അങ്ങനെ അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയണത് യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തത് ഏവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. അപ്പൊ നമ്മൾ ഇവരെ, ഇപ്പോ നിങ്ങൾ ഓരോരോ ഭക്തന്മാരെ കണ്ടുകൊണ്ടാണ് ആദ്യം ഭക്തിയിൽ വരുമ്പോൾ നമ്മളെന്നെ ഒരാള് ഭക്തിയിൽ കൊണ്ടുവന്നു. അങ്ങനെ ഒരാൾ ഭക്തിയിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഒരാൾ ഭക്തിയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരാൾ ഭക്തിയിലേക്ക് കൊണ്ടുവന്നു, നമ്മൾ ഒരാളെ ഒരു റോൾ മോഡലായിട്ട് എടുക്കുകയാണ്. ഈ പ്രഭു കൊള്ളാട്ടോ. അപ്പൊ നമ്മൾ ആ പ്രഭുവിനെ റോൾ മോഡലായിട്ട് എടുക്കുന്നു. ആ പ്രഭു എന്ത് ചെയ്യുന്നു? ആ പ്രഭു എന്താണോ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതേമാതിരി ഫോളോ ചെയ്യുന്നു. അല്ല, അവിടെ കുറച്ച് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ കുറച്ച് ഡീവിയേഷൻസ് വന്നു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയും ചെന്നെത്തില്ല. അതായത് ഭക്തിയില് ഡീവിയേഷൻ പാടില്ല. ശ്രീല പ്രഭുപാദ് നമുക്ക് തന്നിരിക്കുന്ന ഭഗവത്ഗീതയുടെ പേര് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്നാണ്, യഥാരൂപം എന്നാണ്. വേറെ ഒരുപാട് ആളുകൾ ഭഗവത്ഗീതയുടെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്, കമന്ററി എഴുതിയിട്ടുണ്ട് അതിന്. പക്ഷേ അതെല്ലാം അവരുടെ ചിന്തയിൽ നിന്ന്, അവരേത് ഫീൽഡിലാണോ നിൽക്കുന്നത് ആ ഫീൽഡിന്റെ ഒരു ചെറിയ സ്വാധീനത്താൽ എഴുതിയിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിള്, നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന സി രാധാകൃഷ്ണൻ, അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് കമന്ററി എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭഗവത്ഗീത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഐ ബിലീവ് ശ്രീ രാധാകൃഷ്ണൻ തോന്നണം കേട്ടോ, എനിക്ക് യെസ് രാധാകൃഷ്ണൻ തോന്നുന്നത്. അപ്പൊ അദ്ദേഹം എഴുതിയ കമന്ററിയിൽ അദ്ദേഹം ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിലുള്ള ഒരു ചെറിയ സ്വാധീനം അതിലുണ്ടായിരിക്കും. പക്ഷെ ശ്രീല പ്രഭുപാദ് ഭക്തിയിലാണ് നിന്നിരുന്നത്. ആ ഭക്തിയുടെ സ്വാധീനം തീർച്ചയായിട്ടും അതിലുണ്ട്. അത് മാത്രമല്ല, ശ്രീല പ്രഭുപാദ് എന്ന് പറഞ്ഞത് ഒരു പരമ്പരയിൽ കണക്ട് ആയിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മളെപ്പോഴും കേൾക്കുന്നത് ഒരു പരമ്പരയിൽ നിന്നുള്ള ആളുകളുടേതായിരിക്കണം എന്ന് ശാസ്ത്രം ശാസിക്കുന്നുണ്ട്. നമ്മൾ ഭാഗവതമോ ഭഗവത്ഗീതയോ ചൈതന്യ ചരിതാമൃതമോ ഭക്തിയെക്കുറിച്ച് എന്ത് തന്നെയാവട്ടെ, നമ്മൾ കേൾക്കുന്നത് ഒരു ബോണോഫൈഡ് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ഒരു സമ്പ്രദായത്തിൽ നിന്നുള്ളതായിരിക്കണമെന്ന് നിർബന്ധമാണ്. എന്തുകൊണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരു ഗ്ലാസ്സിൽ പാല് വെച്ചിട്ടുണ്ട്. ആ പാല് ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്നതാണ്. ആ വഴിയിൽ കൂടെ ഒരു സർപ്പം പോയി ആ പാലിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാല്, ആ പാല് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ടാവും? മൃത്യു സംഭവിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് നമ്മൾ ആ പാല് കുടിക്കാറില്ല.
അതേമാതിരിയാണ് മായാവാദികളും അല്ലെങ്കിൽ അപസമ്പ്രദായത്തിലുള്ളവരുടെ ട്രാൻസ്ലേഷനും അവരുടെ ക്ലാസ്സുകളും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ അവബോധം ചേഞ്ച് ആവാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോ ആയതുകൊണ്ട് നമ്മൾ കേൾക്കുന്നത് ഒരു പരമ്പരയിൽപ്പെട്ടുള്ളവരിലായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആചാര്യന്മാരെ ഫോളോ ചെയ്യണം പെർഫെക്റ്റ് ആയിട്ട്. യദ്യത് ആചരതി ശ്രേഷ്ഠ തത് ഏവ തരോ ജനാഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യണം. അത് ചെയ്തുകൊണ്ട് ആചാര്യന്മാരെ ഫോളോ ചെയ്തുകൊണ്ട് ഭക്തിയിൽ മുന്നേറുന്നതിന്റെ ഫലമായിട്ട് നമ്മളിൽ നമ്മുടെ നോർമലിൽ നിന്ന്, അതായത് നമ്മൾ ആദ്യം ചെയ്യുന്നത് സാധനാഭക്തിയാണ്. ഈ സാധനാഭക്തിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ, അതായത് രാഗാനുക ഭക്തിയാണ് ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത്. ഒരേ ഹരേ കൃഷ്ണ പ്രഭു മ്യൂട്ടാണ്. കേൾക്കാൻ പറ്റുന്നില്ല. ഹരേ കൃഷ്ണ. പ്രഭു മ്യൂട്ടായിരുന്നു. ഓക്കെ പ്രഭു. ഓ സോറി മാതാജി, എനിക്കൊരു കോൾ വന്നതാണ്, അതുകൊണ്ടാണ്. അപ്പോ നമ്മള് ഈ ഹയർ ലെവൽ, ഭക്തിയുടെ ഹയർ ലെവലിലേക്ക് നമ്മൾ പോകണം. ഈ ഹയർ ലെവലിലേക്ക് പോകാനുള്ള, അതായത് നമ്മൾ ഈ സാധാരണ ഈ പടിക്കെട്ടുകൾ ചവിട്ടിയിട്ട് നമ്മൾ ഹയർ ലെവലിലേക്ക് പോകുന്നു. അവൻ ഹയർ ലെവലിലേക്ക് പോയിട്ട് ഭക്തി, അതായത് ആ ഭക്തി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഭക്തിയിൽ ഭഗവത് സേവയിൽ പൂർണ്ണമായിട്ടും ഏർപ്പെടുന്നു, അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുന്നു. അത് രാഗാനുക ഭക്തിയാണ്. സാധാരണ വൃന്ദാവനത്തിൽ, അതായത് വൃന്ദാവനത്തിലെ ഗോപികമാരും രാധാറാണിയും എല്ലാം അനുഭവിച്ച ആ ലെവലിലേക്ക്. പക്ഷെ അവരുടെ ലെവലും നമ്മുടെ ലെവലും വ്യത്യാസമുണ്ട് കേട്ടോ, നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. പക്ഷെ ആ ലെവലിലേക്ക്, അതായത് ആ ഭക്തി അങ്ങനെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. ആ ഒരു എന്താണ് പറയണത്, മൂഡായിരിക്കണം നമ്മളിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം, അത് അത്യാവശ്യമാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഹയസ്റ്റ് ഭക്തി എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഭീഷ്മദേവൻ ഈ അനുഭാവത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക്. അപ്പൊ ഈ അനുഭാവം നമ്മളിലും നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഭഗവാന്റെ ഗ്ലോറീസ് ഇൻകൾക്കേറ്റ് ചെയ്തിട്ട് നമ്മളിൽ നിറച്ച് അത് മെഡിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ലെവലിലേക്ക്, ഭക്തിയിലേക്ക് പോകണം. ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭക്തന്മാർക്കാണ്. ബാക്കിയുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ അദ്ദേഹത്തിന്റെ കമന്ററിയിലും ഇത് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് അനുഭാവം എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, 4 സ്റ്റേജുകളുണ്ട്. ഒന്ന് സ്ഥായി ഭാവം, അനുഭാവം, സ്വാത്വിക ഭാവം, വ്യഭിചാരി ഭാവം. അപ്പൊ ഇതില് ഈ സ്ഥായി ഭാവത്തിന്റെ കുറച്ച് മുമ്പുള്ളതാണ് ഈ അനുഭാവം എന്ന് പറയണത്. അപ്പൊ ഈ അനുഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ ആ ഗ്ലോറീസ് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നവന്മാര്, അല്ലെങ്കിൽ ഭഗവാന്റെ ഗ്ലോറീസ് മനസ്സിലായി അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത് എല്ലാവർക്കും ഉണ്ടാവില്ല. നമുക്കത് ചൈതന്യ മഹാപ്രഭുവിൽ കാണാൻ സാധിക്കും. ചൈതന്യ മഹാപ്രഭുവിൽ മാത്രമല്ല, മറ്റു ഭക്തന്മാർ കൂടെ ഉണ്ട്. പക്ഷെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം പുരിയിലിരിക്കുന്ന സമയത്ത് ഒരുപാട് ഈ അനുഭാവത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അനുഭാവത്തെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ
അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. എന്താണ് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം ആദ്യം പുരിയിൽ നിന്ന് പോയപ്പോൾ അവിടെ മൂർച്ഛിച്ച്, അതായത് അദ്ദേഹത്തിന് മോഹാലസ്യപ്പെട്ടു വീണു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ ഗ്രൗണ്ടില് ഇതില് കിടന്ന് തറയിൽ കിടന്നിട്ട് ഉരുളുന്നുണ്ട്. പിന്നെ കൈയെല്ലാം സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, ഉറക്കെ കരയുന്നുണ്ട്. ഈ സിംറ്റംസ് എല്ലാമാണ് അനുഭാവത്തിന്റെ ഉദാഹരണങ്ങൾ. അത് ചൈതന്യ മഹാപ്രഭു കാണിച്ചിട്ടുണ്ട്, വൃന്ദാവനത്തിലെ ഗോപികമാര് കാണിച്ചിട്ടുണ്ട്. ഭഗവാൻ എപ്പോഴാണോ ആ രാസലീലയിൽ നിന്നും പോയത്, അവരെ ഇല്ലാതെയാക്കി പോയത്, അപ്പോ ഗോപികമാർ അനുഭവിച്ചത് ഈ അനുഭാവമാണ്, ഈ ഇമോഷൻസ് ആണ്. അവര് ഉറക്കെ കരയാൻ തുടങ്ങി, കൃഷ്ണന്റെ പേര് വിളിക്കാൻ തുടങ്ങി, കൃഷ്ണന്റെ ആ പാസ്റ്റ് ടൈംസ് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി, പാട്ടുപാടി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം അനുഭാവത്തിൽ വരുന്നതാണ്. അപ്പൊ ഈ അനുഭാവം പതുക്കെ പതുക്കെ നമ്മളും എന്ത് ചെയ്യാൻ തുടങ്ങണം? ഇൻകൾക്കേറ്റ് ചെയ്യാൻ തുടങ്ങണം. അത് ഫേക്ക് ആയിട്ട് ചെയ്യരുത്. അല്ലെങ്കിൽ ഞാനും അനുഭാവത്തിലാണ്, ഞാനും പ്രേമയിലാണെന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ ആക്ട് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ചെയ്യേണ്ടതാണ്, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവേണ്ടതാണ് നമ്മളിൽ. ഹരേ കൃഷ്ണ. എന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു, സോറി. ഹരേ കൃഷ്ണ പ്രഭു. 4 ഭാവങ്ങൾ ഒന്നുകൂടെ പറയുന്നത്. സായിഭാവം, അനുഭാവം, വ്യഭിചാരീഭാവം, സാത്വിക ഭാവം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതായത് പ്രായോഗികമായ ഭക്തിയുത സേവനം 2 തരത്തിലുണ്ട്. ഒന്ന് ഇപ്പൊ പ്രഭു പറഞ്ഞ പോലെ രാഗാനുഭക്തിയും നിയമനിബന്ധനകൾ അനുസരിച്ചുള്ള ഭക്തി സേവനവും. അതായത് വൈദി ഭക്തി, രാഗാനുഭക്തി. അതായത് രാഗാനുഭക്തി എന്ന് പറയുന്നത് നൈസർഗികമായിട്ട് ഉള്ളത്. ഇപ്പൊ നമ്മൾ വേദശാസ്ത്രങ്ങൾ പഠിച്ചും ഗുരുക്കന്മാരുടെ കാലടികളെ പിന്തുടർന്നും നേടുന്നത് വൈദി ഭക്തി. ഇപ്പൊ പ്രഭു പറഞ്ഞു വ്രജവാസികള്, രാധാറാണിയും അവർ വ്രജവാസികളും ആ രാഗാനുഭക്തരാണ്. നമ്മൾ ആ തലത്തിൽ എത്താത്ത നമുക്ക് അവര് ചെയ്യുന്നത്, ഇപ്പൊ അവര് ഭഗവാനോട് എന്തെല്ലാം സ്വതന്ത്രമായിട്ട് ഭഗവാനോട് അത്രയും അവർക്ക് അടുപ്പമുള്ളത് കൊണ്ട് അവർ ചെയ്യുന്നത്. അതുപോലെ സാധാരണ നമ്മൾക്കതാകാമോ പ്രഭുജി? തീർച്ചയായിട്ടും നമുക്ക് ആ ലെവലിൽ പോകാൻ പറ്റില്ല, പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണ്ട, ഓട്ടോമാറ്റിക് വരണം. ഇമിറ്റേറ്റ് ചെയ്യുന്നത് തെറ്റാണ്. ഇപ്പൊ ശബരി കടിച്ചിട്ട് കൊടുത്തു, അതെ. പിന്നെ വിതുരരുടെ പത്നി പാമ്പടെ തൊലി കൊടുത്തു. അതൊക്കെ നമുക്ക് അതുപോലെയൊക്കെ അവരൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് അതായത് നമ്മൾ ആ ലെവലിൽ എത്തിയിട്ടില്ല. ആ ലെവലിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ ഇമിറ്റേറ്റ് അപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല, ലെവലിൽ എത്തി കഴിഞ്ഞാല്. പ്രഭു അവരറിയാതെ ചെയ്തതല്ലേ, ഭക്തി കൊണ്ട് വന്നതല്ലേ, അവരറിയാതെ പറഞ്ഞല്ലേ തൊലി കൊടുക്കുന്നത്. അതായത് ശബരിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ശബരിക്ക് ഭഗവാന് ഏറ്റവും മധുരമുള്ള പഴം കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് കടിച്ചു നോക്കിയാൽ അത് ഭക്തിയുടെ ഭാവമാണ്. ആ ഒരു ലെവലില്, അതായത് സാധാരണ നമ്മളെ മാതിരിയുള്ളവർക്ക്, നമ്മൾ ഈ പ്രാരംഭ ഭക്തന്മാർക്ക് അത് ചിലപ്പോൾ കിട്ടില്ല, അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഉത്തമ ഭക്തന്മാര് അത് വേറെ ലെവലിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ കണ്ടു, ശിവൻ, കപിലർ, നാരദൻ. കപിലർ എന്ന് വെച്ചാൽ ഭഗവാന്റെ ഇൻകാർണേഷൻ തന്നെയാണ്. നാരദര്, ഇവരെല്ലാം ഈ അനുഭാവം മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അപ്പൊ നമ്മൾ ഭക്തിയിൽ മുന്നേറെ നമുക്കത് മനസ്സിലാവും. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, അത് തെറ്റാണ്. ഭക്തിയിൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. ഓക്കെ പ്രഭുജി, ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. പ്രഭുജി, എനിക്ക് കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംശയമായിരുന്നു. എന്താ വെച്ചാ അത് ഇപ്പൊ ഈ വേദിയിൽ ചോദിക്കണോ പേഴ്സണലി പ്രഭുജിയോട് ചോദിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും ചോദിക്കാം മാതാജി, അതിൽ തെറ്റേ ഇല്ല. നിങ്ങൾ ആശാ മാതാജിനെയോ അല്ലെങ്കിൽ ശരവണ പ്രഭുവിനെയും കഥാമൃതനെയും കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ, അവർക്ക് എന്റെ നമ്പർ അവരുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും മാതാജി. ഓക്കെ, താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. കഥാമൃത പ്രഭു. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി. വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. ഭാവത്തിനെ കുറിച്ച് വ്യത്യസ്ത തലത്തിലേക്ക് കൃഷ്ണകൃപയാൽ പ്രഭുവിന്റെ ക്ലാസ് നമ്മളെ എല്ലാവരെയും കൊണ്ടുപോയി. ഗംഭീര ക്ലാസ് ആയിരുന്നു. ഹൈലി സ്റ്റാൻഡേർഡ് ആയിരുന്നു. നന്നായിരുന്നു പ്രഭുജി. വളരെ നന്ദി. താങ്ക് യു പ്രഭുജി. ഇത് എന്റെ ശിക്ഷാഗുരുവായിട്ടുള്ള ഭാനുസ്വാമി മഹാരാജിന്റെ അനുഗ്രഹത്താലും അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. നമുക്ക് അത്ര ക്വാളിറ്റി ഒന്നുമില്ല ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ കൃപയിൽ നമ്മൾ എന്തോ സംസാരിക്കുന്നു. തീർച്ചയായും പ്രഭുജി, വളരെ നന്നായിരുന്നു. ദീപ മാതാജി, എന്റെ വൈഫിനെ വിളിച്ചാൽ മതി. പ്രഭുവിന്റെ നമ്പർ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ ഓക്കെ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധേ രാധേ. രാധേ രാധേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ക്ലോസ് കൃഷ്ണ. ചെയ്തോട്ടെ പ്രഭു. യെസ് മാതാജി, യെസ് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ താങ്ക് യു കൃഷ്ണ സോ മച്ച് പ്രഭു. പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.